ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഉലുവക്കഞ്ഞിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 150 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്, ഒരു 200 ഗ്രാം മട്ട അരി പൊഴിഞ്ഞതരി, ഒരു 200 ഗ്രാം ചെറുപയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം. പിന്നെ ഒരു 1/2 കിലോ വെള്ളം എടുത്തിട്ടുണ്ട്. ശർക്കര എന്ന് പറയും, നമ്മുടെ നാട്ടിലെല്ലാം വെള്ളം എന്നാണ് പറയുക. അപ്പോൾ ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെറുപയർ മട്ട അരി നന്നായി കഴുകിയിട്ടുണ്ട്, 2-3 പ്രാവശ്യം. ചോന്ന അരിയാണ്. ഇതാണ് നമ്മളെ നാട്ടിലെല്ലാം പ്രസവിച്ച സ്ത്രീകൾക്കെല്ലാം കഴിക്കാൻ പറ്റിയ, എല്ലാവർക്കും കഴിക്കാം. മഴക്കാലത്തെല്ലാം ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മരുന്ന് പോലത്തെ സാധനമാണ്, കുട്ടിക്ക് പാലുണ്ടാകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൽ 2 ലിറ്ററോളം വെള്ളം ഒഴിക്കണം. എല്ലാം കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. 2 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നല്ല 4 വിസിലാകുന്ന വരെ കുക്കറിലേക്ക് ഇടാം. ഒരു 4 വിസിലാകുമ്പോഴേക്കും നല്ല ഒരു പായസം പോലെ ആവും. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിക്കുന്നുണ്ട്, ഒഴിച്ച് പാലൊഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാലാണ്. നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടിയിട്ടും ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡിയായി.